ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങൾ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ച മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയാണ് ഈ സിറപ്പുകളെല്ലാം. ലഹരി നൽകുമെങ്കിലും ഇവയിലടങ്ങിയിരിക്കുന്ന കൊടീന്റെ അമിത ഉപയോഗം തലച്ചോറിന് മാരകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ ഇത്തരത്തിലുള്ള 100 കണക്കിന് കുപ്പികളാണ് പെരുമ്പാവൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങൾ കണ്ടെത്തിയത്. കൊടീനടങ്ങിയ ഒരു കുപ്പി സിറപ്പ് ബിയറിനൊപ്പം കഴിക്കുന്നതാണ് പുതിയ രീതി. കഴിക്കുന്നയാൾ ഏറെ നേരം ഉന്മാദ അവസ്ഥയിലായിരിക്കും. കടുത്ത ചുമയുള്ളവർക്ക് ഡോക്ടറുടെ കുറിപ്പോടെ മാത്രം നൽകേണ്ട ഷെഡ്യൂൾ H1 ഗണത്തിൽപ്പെട്ട ഇത്തരം സിറപ്പുകളുടെ വിൽപ്പനയിൽ പല മേഖലകളിലും ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ദിവസം 15 ml മാത്രം കഴിക്കേണ്ട സിറപ്പാണ് ഇത്തരത്തിൽ ലഹരിക്കായി കുടിച്ചു തീർക്കുന്നത്. ഇതര സംസ്ഥാനക്കാർ മാത്രമല്ല, മലയാളികളായ ചെറുപ്പക്കാരും ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബ്രാൻഡൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ലഹരി കിട്ടില്ല എന്ന് ചിലർക്ക്, അപ്പോൾ ഇതും കൂടി ചേർക്കും. മാർച്ചിൽ നിരോധിച്ച മരുന്നുകൾ ജൂൺ മാസം ഇറങ്ങിയ പത്രപേപ്പറിൽ പൊതിഞ്ഞു നൽകിയതിലൂടെ തന്നെ ചില മെഡിക്കൽ ഷോപ്പുകൾ വഴി കൊടീനടങ്ങിയ സിറപ്പുകൾ ഇപ്പോഴും വിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാകുന്നു. ലഹരിക്ക് വേണ്ടി പുതുവഴികൾ തേടിപ്പോകുമ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയാകുമെന്ന യാഥാർത്ഥ്യം പലരും തിരിച്ചറിയാതെ പോകുന്നു. കൊച്ചിയിൽ നിന്ന് നിഖിൽ ജോസഫിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.